അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉസൂലുൽ ഫിഖ്ഹ് എന്നുള്ള വിഷയത്തിൽ പ്രസിദ്ധമായ ജംഉൽ ജവാമിഅ് എന്നുള്ള ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റഹ്മഹുല്ല രചിച്ചിട്ടുള്ള കിതാബിൻ്റെ ഷറഹായ അൽ ബദറു ത്വാലിഅ് എന്നുള്ള കിതാബാണ് നമ്മൾ ഓതി തുടങ്ങുന്നത്. അൽ ഷാരിഹുൽ മുഹഖിഖ് എന്ന പേരിൽ, ഷാഫിഈ മദ്ഹബിൽ അഷ്ഷാരിഹ് എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന ജലാലുദ്ദീനിൽ മഹല്ലി റഹ്മഹുല്ലയാണ് ഈ കിതാബ് രചിച്ചിട്ടുള്ളത്. ഉസൂലുൽ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ, ഫിഖ്ഹ് എന്നാൽ നമുക്കറിയാം കർമ്മശാസ്ത്രം എന്നുള്ളതാണ്. ജീവിതത്തിലുടനീളം ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവൻ്റെ കർമ്മങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നതാണ് ഫിഖ്ഹ് എന്നുള്ളത്, കർമ്മശാസ്ത്രം എന്നുള്ളത്. ഉസൂലുൽ ഫിഖ്ഹ് എന്ന് പറയുമ്പോൾ ആ ഫിഖ്ഹിൻ്റെ അസ്ലുകൾ, അടിസ്ഥാനങ്ങൾ എന്നുള്ളതാണല്ലോ ആശയം. ഈ അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് പ്രധാനമായിട്ടും 3 അസ്ലുകളാണ്, 3 അടിസ്ഥാനങ്ങളാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ 3 അടിസ്ഥാനങ്ങളാണ് ഈ കിതാബിലുള്ള പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങളും. ഒന്നാമത്തേത് അദില്ലത്തുൽ ഫിഖ്ഹിൽ ഇജ്മാലിയ, ഫിഖ്ഹിൻ്റെ കർമ്മശാസ്ത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള നിയമങ്ങൾ, അതിൻ്റെ തെളിവുകൾ എന്നുള്ളതാണ് അതിൻ്റെ ആശയം. അപ്പോൾ ഫിഖ്ഹിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ തെളിവായിട്ടെടുക്കാം? നമുക്കറിയാം ഫിഖ്ഹിൽ ധാരാളം മദ്ഹബുകളുണ്ട് എന്നുണ്ടെങ്കിലും ഇന്ന് പ്രസിദ്ധമായ കിതാബുകളും കാര്യങ്ങളുമൊക്കെയുള്ള ധാരാളം അത്ബാഉകളുള്ള, പിന്തുടരുന്ന ആളുകളുള്ള 4 മദ്ഹബുകളാണുള്ളത്. 1 ഹനഫി മദ്ഹബ്, 2 മാലിക്കി മദ്ഹബ്, 3 ഷാഫിഈ മദ്ഹബ്, 4 ഹംബലി മദ്ഹബ്. ഈ 4 മദ്ഹബുകാരും യോജിച്ചതായ തെളിവുകളാണ് കിതാബ്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് എന്നീ 4 തെളിവുകൾ. എന്നുള്ളതുപോലെ ഈ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ഇഖ്തിലാഫായ ധാരാളം തെളിവുകൾ മറ്റുമുണ്ട്, ഇസ്തിസ്ഹാബ്, ഇസ്തിഹ്സാൻ എന്നൊക്കെ പോലത്തെ. അപ്പോൾ ഇത്തരം തെളിവുകളാണ് ഉസൂലുൽ ഫിഖ്ഹിലെ ഒന്നാമത്തെ അടിസ്ഥാനം, ഒന്നാമത്തെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ അസ്ല് എന്നുള്ളത് കൈഫിയത്തുൽ ഇസ്തിഫാദത്തി മിൻഹ എന്നുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ തെളിവുകളിൽ നിന്നും എങ്ങനെയാണ് ഹുക്കുമുകൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, അതിൻ്റെ രീതിയാണ് രണ്ടാമത്തെ അസ്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഖുർആനിൽ ഒരു പദം വന്നാൽ, ഒരു ഹർഫ് വന്നാൽ, ഹദീസിൽ അത്തരത്തിലുള്ള പദങ്ങൾ വന്നാൽ അതുകൊണ്ട് എന്താണ് നമ്മൾ അർത്ഥം വെക്കേണ്ടത്? ഖുർആനിൽ തന്നെ ഹദീസിൽ തന്നെ ഒക്കെ വന്നിട്ടുള്ള മുത്ലഖും മുഖയ്യദുമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതുപോലെ നാസിഖ്, മൻസൂഖ് എന്നിത്യാദി കാര്യങ്ങളിൽ നിന്നെല്ലാം എങ്ങനെയാണ് നമ്മൾ ഹുക്കുമുകൾ മനസ്സിലാക്കി എടുക്കേണ്ടത് എന്നിത്യാദി കാര്യങ്ങളാണ് കൈഫിയത്തുൽ ഇസ്തിഫാദത്തി മിൻഹ എന്നുള്ള ആ അസ്ലിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. പിന്നെ മൂന്നാമത്തെ അസ്ല് എന്നുള്ളത് ഹാലുൽ മുസ്തഫീദ് എന്നുള്ളതാണ്. അതായത് ഇത്തരം തെളിവുകളൊക്കെ അടിസ്ഥാനത്തിൽ ഹുക്മ മനസ്സിലാക്കുന്ന ആളുകൾ, അവരെക്കുറിച്ചാണ് നമ്മൾ മുസ്തഫീദ് എന്ന് പറയുന്നത്. മുജ്തഹിദ് എന്നും നമ്മൾ അവരെക്കുറിച്ച് പറയാറുണ്ട്. ഏതായിരുന്നാലും ഈ മുജ്തഹിദ് എങ്ങനെയുള്ളവനായിരിക്കണം എന്നുള്ള കാര്യമാണ് ഹാലുൽ മുസ്തഫീദ് എന്നുള്ള അസ്ലിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അപ്പോൾ പരിശുദ്ധ ഖുർആനാണ്, ഹദീസാണ്, ഇജ്മാ ആണ്, ഖിയാസ് ആണ്. ഇത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് അറിയാനുള്ള, എന്ന് മനസ്സിലാക്കി അതിൽ നിന്നും ഹുക്കുമുകൾ മനസ്സിലാക്കുവാൻ നിശ്ചിത ക്വാളിറ്റികളുണ്ട്, അതിലുള്ള മാനദണ്ഡങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഒരു രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കുവാൻ വരെ, അതിൻ്റെ നിയമസംഹിത മനസ്സിലാക്കി അത് വ്യാഖ്യാനിച്ച് അതിൽ നിന്നും നിയമം പറയാൻ വരെ നിർണിത മാനദണ്ഡങ്ങളൊക്കെ ഉള്ളതുപോലെ അതിൽ അഭിപ്രായം പറയാൻ പോലും ഒരു വക്കീലായി തീരണം എന്നുള്ള രൂപത്തിലൊക്കെ മാനദണ്ഡങ്ങൾ ഉള്ളതുപോലെ തന്നെ അതിനേക്കാളും എത്രയോ പ്രാധാന്യമുള്ള പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരു ഹദീസിൽ നിന്നും മറ്റുള്ള തെളിവുകളിൽ നിന്നും ഹുക്കുമുകൾ കണ്ടെത്തി ജനങ്ങൾക്കത് അറിയിച്ചു കൊടുക്കാനുള്ള ആളുകൾക്കും നിർണിത മാനദണ്ഡങ്ങൾ ഉണ്ടാകുന്നത്, നിലവാരം വേണമെന്ന് പറയുന്നത് സ്വാഭാവികമാണ്. വെറും അറബി ഭാഷ മനസ്സിലായതുകൊണ്ടോ അതിൻ്റെ അർത്ഥം തിരിഞ്ഞതുകൊണ്ടോ ഒന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ പറയാൻ ആരും പ്രാപ്തനാകുന്നില്ല. മറിച്ച് നമ്മൾ അവിടെ പറയാൻ പോകുന്ന അതിൻ്റെ ക്വാളിറ്റികൾ ഒരാളിൽ ഉണ്ടായിരിക്കണം. ഇന്നത്തെ കാലത്തെ അറബി ഭാഷ പോലും അറിയാത്ത, എന്നുള്ളതുപോലെ മുഅ്മിന് പോലുമല്ലാത്ത ആളുകളാണ് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ പരിഭാഷ മാത്രം നോക്കി വായിച്ചുകൊണ്ട് ഇന്നാലിന്ന വിഷയത്തിൽ ഇസ്ലാമിൻ്റെ ഹുക്മ ഇന്നാലിന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെതിരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഹുക്മുകൾ മനസ്സിലാക്കുവാൻ നിർണിത മാനദണ്ഡങ്ങളുണ്ട് എന്ന് പോലും അറിയാത്ത ഇവരുടെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ നമ്മൾ തീരെ വകവെക്കേണ്ടതില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളിൽപ്പെട്ട ചില ആളുകൾ തന്നെ മുജ്തഹിദീങ്ങളായിട്ടുള്ള ഇമാമുമാർ പറഞ്ഞതൊന്നും കേൾക്കേണ്ടതില്ല, മദ്ഹബുകൾ സ്വീകരിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം എന്നുള്ള വാദവുമായിട്ട് ജീവിക്കുന്നവരുണ്ട്. കഴിയുമെങ്കിൽ അവരെ കൂടി ഈ വിഷയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യണം എന്നറിയിക്കുന്നു.
ഏതായിരുന്നാലും നമ്മളിപ്പോൾ സൂചിപ്പിച്ച 3 അസുലുകളാണ് ഉസൂലുൽ ഫിഖ്ഹിലെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഈ 3 അടിസ്ഥാനങ്ങളും അത് അല്ലാത്ത കാര്യങ്ങളുമൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് ഉസൂലുൽ ഫിഖ്ഹ് എന്നുള്ള പേരിൽ ഈ ഒരു കല പ്രസിദ്ധമാവുകയായിരുന്നു. നമ്മളിവിടെ സൂചിപ്പിച്ച നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആദരവായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷമുള്ള സ്വഹാബത്തും താബിഊകളുമെല്ലാം ഹുക്മുകൾ മനസ്സിലാക്കിയെടുത്തിരുന്നത്. ഖുർആന്, ഹദീസ് പോലത്തെ തെളിവുകൾ തന്നെയായിരുന്നു അവർക്കും അതിനുമുള്ള ആധാരം. അതിനുള്ള കൈഫിയത്തുൽ ഇസ്തിദ്ലാലും അവർ പാലിക്കുന്നവരായിരുന്നു എന്നുള്ളതുപോലെ തന്നെ അവരിലും അർഹരായവർ മാത്രമേ, അതെല്ലാം മനസ്സിലാക്കാൻ മാത്രം അറിവുള്ളവർ മാത്രമേ ഇത്തരം ഹുക്മുകളൊക്കെ പറഞ്ഞിരുന്നുള്ളൂ എന്നുള്ള കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്നിരുന്നാലും ഒരു നിശ്ചിത കാലം വരെ അതിന് നിർണിതമായിട്ടുള്ള നിയമങ്ങൾ വിരചിതമായിട്ടുണ്ടായിരുന്നില്ല. അതായത് ആ നിയമങ്ങൾക്കനുസരിച്ച് സഹാബത്തും താബിഊകളുമെല്ലാം നിയമങ്ങൾ പറയുന്നു, ഹുക്മുകൾ മനസ്സിലാക്കിയെടുക്കുന്നുവെന്നല്ലാതെ അതിന് നിർണിതമായ തെളിവുകൾ ഇന്നതാണ് എന്നുള്ള രൂപത്തിൽ അത് അറിയാത്തവർക്കും എന്തൊക്കെയാണ് നിയമങ്ങൾ എന്ന് അറിയാൻ വണ്ണം എവിടെയും എഴുതി വെക്കുകയോ ക്രോഡീകരിക്കപ്പെടുകയോ ചെയ്തിരുന്നില്ല. ആദ്യമായി ഈ വിഷയത്തിൽ ഉസൂലുൽ ഫിഖ്ഹ് എന്നുള്ള വിഷയത്തിൽ കിതാബ് രചിക്കുന്നത് ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാമാണ് എന്നുള്ളതാണ് പ്രബല പക്ഷം. അത് അല്ല, മറ്റുള്ള പണ്ഡിതന്മാരാണ് എന്നുള്ള രൂപത്തിലുള്ള ഭിന്നമായ അഭിപ്രായങ്ങൾ നമുക്ക് കാണാം. പ്രബലമായിട്ടുള്ള വീക്ഷണപ്രകാരം ഷാഫിഈ ഇമാമിൻ്റെ അർ-റിസാലത്തു എന്നുള്ള ഗ്രന്ഥമാണ് ഉസൂലുൽ ഫിഖ്ഹിലെ ആദ്യ മൂലഗ്രന്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം വന്നിട്ടുള്ള പണ്ഡിതന്മാരെല്ലാം പിന്നീട് ഉസൂലുൽ ഫിഖ്ഹിൽ റിസാല എന്നുള്ള കിതാബിന് ഷറഹ് എന്നുള്ള രൂപത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിലോ ആയിട്ടാണ് ഉസൂലുൽ ഫിഖ്ഹിലെ ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കാം. പിന്നീട് വിരചിതമായ ഉസൂലുൽ ഫിഖ്ഹിലുള്ള ഗ്രന്ഥങ്ങളുടെ രീതി പരിശോധിച്ചാൽ നമുക്കവയെ 2 എണ്ണമാക്കി തരംതിരിക്കാം. ഒന്ന് ത്വരീഖത്തുൽ മുതകല്ലിമീൻ എന്നുള്ള പേരിലും രണ്ടാമത്തേത് ത്വരീഖത്തുൽ ഫുഖഹാ എന്നുള്ള പേരിലും അറിയപ്പെടുന്നു. ത്വരീഖത്തുൽ മുതകല്ലിമീൻ എന്ന് പറഞ്ഞാൽ മന്തിഖിയായ രൂപത്തിൽ, ഭൗതികമായിട്ടുള്ള രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുത്ത് അത്തരത്തിൽ ഉസൂലുൽ ഫിഖ്ഹിലുള്ള നിയമങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാരുടെ രീതിയെക്കുറിച്ചാണ് ത്വരീഖത്തുൽ മുതകല്ലിമീൻ എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിൽ ഒരു കൽപ്പന വന്നാൽ, കൽപ്പന എന്നുള്ളത് മറ്റൊരാളോട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണല്ലോ, അതിനാൽ തന്നെ അത് നിർബന്ധത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള രൂപത്തിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അൽ അംറുലിൽ വുജൂബി, പരിശുദ്ധ ഖുർആനിൽ തിരു ഹദീസിൽ ഒരു കൽപ്പന വന്നാൽ അത് നിർബന്ധത്തിനുള്ളതാണ് എന്നുള്ള രൂപത്തിൽ നിയമങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന പണ്ഡിതന്മാരുടെ രീതിയെക്കുറിച്ചാണ് നമ്മൾ ത്വരീഖത്തുൽ മുതകല്ലിമീൻ എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു ഉദാഹരണം പറഞ്ഞുവെന്ന് മാത്രം. ഇനി രണ്ടാമത്തേത് ത്വരീഖത്തുൽ ഫുഖഹാ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഇവർ നിയമങ്ങളെ മനസ്സിലാക്കാറുള്ളത് ഇത്തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കാളുപരി ഫർഈയായിട്ടുള്ള മസ്അലകളിൽ നിന്നായിരിക്കും. ഈ മാർഗം അവലംബിച്ച പ്രധാന വിഭാഗം ഹനഫി മദ്ഹബുകാരായതിനാൽ തന്നെ ത്വരീഖത്തുൽ ഫുഖഹാ, ത്വരീഖത്തുൽ അഹ്നാഫ് എന്നുള്ള രൂപത്തിലും അറിയപ്പെടുന്നുണ്ട്. ഇവർ ഉസൂലുൽ ഫിഖ്ഹിലുള്ള നിയമങ്ങൾ കൂടുതലായിട്ടും മനസ്സിലാക്കിയെടുക്കുന്നത് മുൻകാല പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച മസ്അലകളിൽ നിന്നായിരിക്കും, ഫർഈയായിട്ടുള്ള ഹുക്മുകളിൽ നിന്നായിരിക്കും. ഉദാഹരണത്തിന് അബൂ ഹനീഫ ഇമാമും അവിടുത്തെ അസ്ഹാബും പറഞ്ഞു വെച്ച മസ്അലകളിൽ നിന്നും പൊതുവായിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തുകയും അതിനെ ഉസൂലുൽ ഫിഖ്ഹിലുള്ള നിയമമായിട്ട് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നവരായിരിക്കും ഈ വിഭാഗക്കാർ എന്നർത്ഥം. ഉദാഹരണത്തിന് അബൂ ഹനീഫ ഇമാമും അവിടുത്തെ അസ്ഹാബുമെല്ലാം നിസ്കാരവും എന്നുള്ളതുപോലെ നോമ്പും ഹജ്ജുമെല്ലാം നിർബന്ധമാണ് എന്ന് പറയുന്നുണ്ട്. ഈ നിർബന്ധമാണ് എന്നുള്ളത് ഈ പണ്ഡിതന്മാർക്ക് കിട്ടിയിട്ടുള്ളത് ഈ നിർബന്ധമാണ് എന്നുള്ളതിനെ തോന്നിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിലും തിരു ഹദീസിലുമുള്ള അംറ് കൽപ്പനകൾ കൊണ്ടാണ് എന്ന് മാനദണ്ഡമാക്കിക്കൊണ്ട് അൽ അംറുലിൽ വുജൂബി എന്നുള്ള രൂപത്തിൽ, അതായത് പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഒരു കൽപ്പന വന്നാൽ അത് നിർബന്ധത്തിനുള്ളതായിരിക്കും എന്നുള്ള രൂപത്തിൽ നിയമം പറയുന്നവരായിരിക്കും ത്വരീഖത്തുൽ ഫുഖഹാ എന്നുള്ള പേരിൽ, അവരുടെ മാർഗം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് എന്നുകൂടി മനസ്സിലാക്കാം. ഷാഫിഈ ഇമാമിൻ്റെ റിസാല എന്നുള്ള ഗ്രന്ഥത്തിന് ശേഷം ത്വരീഖത്തുൽ മുതകല്ലിമീൻ എന്നുള്ള രൂപത്തിൽ വിരചിതമായിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത്. ത്വരീഖത്തുൽ മുതകല്ലിമീനിൽ അവലംബനീയമായ പിന്നീടുള്ള അധിക പണ്ഡിതന്മാരും അവലംബിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 3 ഗ്രന്ഥങ്ങളാണുള്ളത്. ഒന്ന് അബുൽ ഹുസൈനുൽ ബസരി അൽ മുഅ്തസിലി രചിച്ചിട്ടുള്ള അൽ മുഅ്തമദ് എന്നുള്ള ഗ്രന്ഥം. ഈ ഗ്രന്ഥം അബ്ദുൽ ജബ്ബാറുൽ മുഅ്തസിലി എന്നുള്ള പണ്ഡിതൻ്റെ അൽ ഉമദ് എന്നുള്ള ഗ്രന്ഥത്തിൻ്റെ ഷറഹ് ആണ് എന്ന്, വിശദീകരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
പിന്നെ രണ്ടാമതായിട്ട് അൽ ബുർഹാനു ഫി ഉസൂലിൽ ഫിഖ്ഹ് എന്നുള്ള ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥം. മൂന്നാമതായി അൽ മുസ്തസ്ഫ മിൻ ഇൽമിൽ ഉസൂലി എന്നുള്ള ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിൻ്റെ ഗ്രന്ഥം. ഈ 3 ഗ്രന്ഥങ്ങൾ അവലംബിച്ചുകൊണ്ട് ഇതിലുള്ള കാര്യങ്ങളെല്ലാം സംഗ്രഹിച്ചുകൊണ്ട് പ്രധാനമായിട്ടും 2 ഇമാമുമാർ 2 പണ്ഡിതന്മാർ ഇതിലുള്ള കാര്യങ്ങളെല്ലാം സംഗ്രഹിച്ചുകൊണ്ട് കിതാബുകൾ രചിച്ചിട്ടുണ്ട്. അതിലുള്ള ഒരു പണ്ഡിതൻ ഫഖ്റുദ്ദീനുർ റാസി റഹ്മഹുല്ലയാണ്. മറ്റേതൊന്ന് സൈഫുദ്ദീനുൽ ആമിദി എന്ന് പറയുന്ന പണ്ഡിതനാണ്. റാസി ഇമാം ഇങ്ങനെ ഉസൂലുൽ ഫിഖ്ഹിൽ രചിച്ചിട്ടുള്ള കിതാബ് അൽ മഹ്സൂലു ഫി ഇൽമി ഉസൂലുൽ ഫിഖ്ഹ് എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ആമിദി ഇമാം രചിച്ചിട്ടുള്ള കിതാബിൻ്റെ പേര് അൽ ഇഹ്കാമു ഫി ഉസൂലിൽ അഹ്കാം എന്നുള്ളതാണ്. പിന്നീട് ഈ റാസി ഇമാമിൻ്റെ മഹ്സൂൽ എന്നുള്ള കിതാബിനെയും ആമിദി ഇമാമിൻ്റെ അൽ ഇഹ്കാം എന്നുള്ള ഗ്രന്ഥത്തെയും മാനദണ്ഡപ്പെടുത്തിയിട്ടാണ് പിന്നീട് ഉസൂലുൽ ഫിഖ്ഹിൽ പ്രസിദ്ധമായിട്ടുള്ള ധാരാളം കിതാബുകൾ വിരചിതമായിട്ടുള്ളത്. ഇത്തരത്തിൽ മഹ്സൂലിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആ കിതാബുകളുടെ ശ്രേണിയെ നമ്മൾ മദ്രസത്തുർ റാസി എന്നും അൽ ഇഹ്കാം എന്നുള്ള ഗ്രന്ഥത്തെ അവലംബിച്ചിട്ടുള്ള വ്യത്യസ്തമായ ഷറഹുകളും മുഖ്തസറുകളുമായിട്ടുള്ള കിതാബുകളെ നമ്മൾ മദ്രസത്തുൽ ആമിദി എന്നുള്ള പേരിലുമാണ് പരിചയപ്പെടാറുള്ളത്. മദ്രസത്തുർ റാസി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ പ്രധാനമായിട്ടും നിയമങ്ങൾക്ക് ദലീലുകൾ പറയുക, തെളിവുകൾ പറഞ്ഞ് സ്ഥാപിക്കുക എന്നുള്ള വിഷയത്തിലാണ് പ്രസിദ്ധമായിട്ടുള്ളത്. മദ്രസത്തുൽ ആമിദി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ തഹ്ഖീഖുൽ മദാഹിബി വ തഫ്രീഉൽ മസാഇൽ, അതായത് മദ്ഹബുകളിലുള്ള വീക്ഷണങ്ങൾ പറയുകയും എന്നുള്ളതുപോലെ ഓരോ നിയമത്തിനുമുള്ള ഫർഈയായിട്ടുള്ള മസ്അലകളും എന്നുള്ളതുപോലെ ഉദാഹരണങ്ങളുമൊക്കെ പറയുന്ന വിഷയത്തിലുമാണ് പ്രസിദ്ധമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ആ ശ്രേണി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമായിട്ട് മദ്രസത്തുർ റാസി എന്നുള്ളതിൽ ആദ്യമായിട്ട് വരുന്ന അൽ മഹ്സൂലി എന്നുള്ള ഗ്രന്ഥം. പിന്നീട് റാസി ഇമാമിൻ്റെ മഹ്സൂലി എന്നുള്ള ഗ്രന്ഥത്തിന് ബഹുമാനപ്പെട്ട താജുദ്ദീനുൽ അർമവി റഹ്മഹുല്ല രചിച്ചിട്ടുള്ള മുഖ്തസറാണ്. അതിൻ്റെ ചുരുക്കരൂപമാണ് അൽ ഹാസിലു മിനൽ മഹ്സൂലി ഫി ഉസൂലിൽ ഫിഖ്ഹ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം. പിന്നീട് ഈ അൽ ഹാസുലി എന്നുള്ള ഗ്രന്ഥത്തിന് ബഹുമാനപ്പെട്ട ബൈളാവി റഹ്മഹുല്ല രചിച്ചിട്ടുള്ള മറ്റൊരു മുഖ്തസറാണ് മിൻഹാജുൽ വുസൂലി ഇലാ ഇൽമിൽ ഉസൂൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഈ മിൻഹാജ് എന്നുള്ള ഗ്രന്ഥത്തിന് ധാരാളം ഷറഹുകളുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ പ്രസിദ്ധമായിട്ടുള്ള ഷറഹാണ് ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ സുബ്കി റഹ്മഹുല്ല തുടങ്ങി വെക്കുകയും പിന്നീട് ജംഉൽ ജവാമിഅന്റെ മുസന്നിഫായ തഖിയുദ്ദീൻ സുബ്കി റഹ്മഹുല്ലയുടെ മകനായ താജുദ്ദീൻ സുബ്കി റഹ്മഹുല്ല പൂർത്തിയാക്കുകയും ചെയ്ത അൽ ഇബ്ഹാജു ഫി ഷറഹിൽ മിൻഹാജ് എന്നുള്ള ഗ്രന്ഥം. ഇനി അടുത്തതായിട്ട് മദ്രസത്തുൽ ആമിദി എന്നുള്ള മദ്രസയെക്കുറിച്ച് കിതാബുകളുടെ ശ്രേണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആമിദി ഇമാമിൻ്റെ അൽ ഇഹ്കാം എന്നുള്ള ഗ്രന്ഥത്തിന് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജിബ് റഹ്മഹുല്ല രചിച്ചിട്ടുള്ള മുഖ്തസറാണ്, ചുരുക്കരൂപമാണ് മുൻതഹ സൂലി വൽ അമൽ ഫി ഇൽമയിൽ ഉസൂലി വൽ ജദൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇബ്നു ഹാജിബ് തങ്ങളുടെ തന്നെ ഈ കിതാബിനുള്ള മുഖ്തസറാണ് മുഖ്തസറുൽ മുൻതഹ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇബ്നുൽ ഹാജിബ് തങ്ങൾ തന്നെയാണ് മുൻതഹസൂല് എന്നുള്ള ആ കിതാബിന് മുഖ്തസറുൽ മുൻതഹ എന്നുള്ള രൂപത്തിൽ മുഖ്തസർ എഴുതുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ മുഖ്തസറുൽ മുൻതഹ എന്നുള്ള ഗ്രന്ഥത്തിനും ധാരാളം ഷറഹുകൾ നമുക്ക് ഉസൂലുൽ ഫിഖ്ഹിൽ കാണാൻ കഴിയും. അതിലുള്ള പ്രസിദ്ധമായിട്ടുള്ള ഷറഹാണ് ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റഹ്മഹുല്ല രചിച്ചിട്ടുള്ള റഫ്ഉൽ ഹാജിബി അൻ മുഖ്തസർ ഇബ്നുൽ ഹാജിബ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഏതായിരുന്നാലും നമ്മൾ ഇതുവരെ പറഞ്ഞതനുസരിച്ച് മദ്രസത്തുർ റാസി എന്നുള്ള ആ കിതാബുകളുടെ ശ്രേണിയിലും എന്നുള്ളതുപോലെ മദ്രസത്തുൽ ആമിദി എന്നുള്ള കിതാബുകളുടെ ശ്രേണിയിലും അവസാനത്തെ ഗ്രന്ഥം, അവസാനത്തെ ഷറഹ് എഴുതിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞത് നമ്മുടെ ജംഉൽ ജവാമിഅന്റെ മുസന്നിഫായ താജുദ്ദീൻ സുബ്കി റഹ്മഹുല്ലയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 മദ്രസകളിലും രചിച്ചിട്ടുള്ള ഈ 2 കിതാബുകളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിലുള്ള കാര്യങ്ങളും എന്നുള്ളതുപോലെ ചില സിയാദാത്തുകൾ കൂടി, ചില കൂട്ടിച്ചേർക്കലുകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ജംഉൽ ജവാമിഅ് എന്നുള്ള ഗ്രന്ഥം ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റഹ്മഹുല്ല രചിക്കുന്നത്. എന്നിരുന്നാലും ധാരാളം ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ട മുസന്നിഫ് തങ്ങൾ തന്നെ പറയുന്നത് പോലെ ധാരാളം കിതാബുകൾ, 100ഓളം കിതാബുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അവലംബമാക്കിയിട്ടാണ് ഈ കിതാബ് ജംഉൽ ജവാമിഅ് എന്നുള്ള ഗ്രന്ഥം ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹ്മഹുല്ല രചിച്ചിട്ടുള്ളത്.
ഉസൂലുൽ ഫിഖ്ഹിൻ്റെ വിഷയത്തിൽ ധാരാളം നാടുകളിലെ രാജ്യങ്ങളിൽ പഠിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ജംഉൽ ജവാമി എന്നുള്ളത്. അതിന് ധാരാളം ഷറഹുകളും നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിലുള്ള പ്രസിദ്ധമായ ബഹുമാനപ്പെട്ട മഹല്ലി ഇമാം രചിച്ചിട്ടുള്ള കിതാബാണ് അൽ ബദറു ത്വാലിഉ എന്നുള്ളത്. ഈ ബദറു ത്വാലിഉ എന്നുള്ള ഗ്രന്ഥത്തിനു തന്നെ ധാരാളം ഹാഷിയകളുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അഷെയ്ഖ് ഇബ്രാഹിം അൽ ബാജൂരി റഹ്മഹുല്ല, അബ്ദുറഹ്മാൻ ഇബ്നു ജാദല്ലാഹ് എന്നുള്ള പേരുള്ള അൽ ബന്നാനി റഹ്മഹുല്ല എന്നുള്ളതുപോലെ അൻ നുജൂമുൽ ലവാമി എന്നുള്ള പേരിൽ ബഹുമാനപ്പെട്ട സക്കരിയൽ അൻസാരി റഹ്മഹുല്ല, ഇവരൊക്കെ ഈ കിതാബിന് അൽ ബദറു ത്വാലിഉ എന്നുള്ള കിതാബിന് ഹാഷിയ രചിച്ചതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അൽഹംദുലില്ലാ, ഉസൂലുൽ ഫിഖ്ഹിനെ കുറിച്ച്, ജംഉൽ ജവാമി എന്നുള്ള ഗ്രന്ഥത്തെക്കുറിച്ച്, ബദറു ത്വാലിഉ എന്നുള്ള ഷറഹിനെ കുറിച്ചൊക്കെ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് കിതാബിലേക്ക് കടക്കാം. ഇവിടെ വരക്ക് മുകളിലുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുകല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ഭാഗം ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റഹ്മഹുല്ല, ഇബ്നു സുബ്കി റഹ്മഹുല്ല രചിച്ചിട്ടുള്ള ജംഉൽ ജവാമി എന്നുള്ള കിതാബാണ്, മത്ന് ആണ് എന്നും വരക്ക് താഴെയുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി അലാ ഇഫ്ലാലിഹി എന്ന് തുടങ്ങുന്ന ഭാഗം ബഹുമാനപ്പെട്ട ജലാലുദ്ദീനിൽ മഹല്ലി റഹ്മഹുല്ല രചിച്ചിട്ടുള്ള അൽ ബദറു ത്വാലിഉ എന്നുള്ള കിതാബാണ് എന്നും മനസ്സിലാക്കി വെക്കാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉസൂലുൽ ഫിഖ്ഹിൻ്റെ വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുകൾ ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് മദ്ഹബുകൾ വ്യത്യസ്തമാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റും ചില കാരണങ്ങളുണ്ട് എന്നുള്ളതുപോലെ ഒരു മദ്ഹബിലെ തന്നെ പണ്ഡിതന്മാർ, ഉദാഹരണത്തിന് ഷാഫിഈ മദ്ഹബിലെ തന്നെ വ്യത്യസ്ത പണ്ഡിതന്മാർ ഒരു മസ്അലയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ, വ്യത്യസ്ത ഹുക്കുമുകൾ പറയാറുണ്ട്. ഇതും ഉസൂലുൽ ഫിഖ്ഹിലുള്ള ഫറഇലുള്ള അവരുടെ ഇഖ്തിലാഫുകൾ മാനദണ്ഡപ്പെടുത്തിയിട്ടും അല്ലാതെയും വരുന്നതാണ് എന്നുകൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്ന ബഹുമാനപ്പെട്ട ഇതിൻ്റെ ഷാരിഹിൻ്റെ തന്നെ ജലാലുദ്ദീനിൽ മഹല്ലി റഹ്മഹുല്ലയുടെ തന്നെ മറ്റൊരു കിതാബുണ്ട് ഫിഖ്ഹിലുള്ള, ബഹുമാനപ്പെട്ട നവവി ഇമാമിൻ്റെ മിൻഹാജു ത്വാലിബീൻ എന്നുള്ള ഗ്രന്ഥത്തിൻ്റെ ഷറഹായിട്ടുള്ള കൻസുർ റാഗിബീൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അൽ മഹല്ലി എന്നുള്ള പേരിൽ പ്രസിദ്ധമായ ഗ്രന്ഥം. അതിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഇവിടെ നൽകുന്നുണ്ട്. എന്നുള്ളതുപോലെ തന്നെ മന്തിഖിൻ്റെ വിഷയത്തിൽ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൻ്റെ ലിങ്ക് കൂടി ഇവിടെ സ്ക്രീനിൽ നൽകാം. എന്നുള്ളതുപോലെ നമുക്കറിയാം ഖുർആൻ, ഹദീസ് എന്നിവയൊക്കെ മനസ്സിലാക്കുമ്പോൾ ബലാഗത്ത് വളരെ അത്യാവശ്യമാണ്. അറബി ഭാഷ, അതിൻ്റെ സാഹിത്യം മനസ്സിലാക്കണം. അത്തരത്തിലുള്ള മുഖ്തസറുൽ മആനി എന്നുള്ള ഗ്രന്ഥത്തിൻ്റെ തുടക്ക ക്ലാസ് കൂടി ഇവിടെ നൽകുന്നുണ്ട്. എന്നുള്ളതുപോലെ ഏതാനും ചില കിതാബുകളുടെ കൂടി പ്ലേലിസ്റ്റ് ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം, ഉപയോഗപ്പെടുത്തണമെന്നറിയിക്കുന്നു. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.